ഏതൊരു വിശേഷ ദിവസമായാലും രാവിലത്തെ ആദ്യത്തെ പരിപാടി അമ്പലത്തിൽ പോകുന്നതായിരിക്കും. ഇന്ന് തിരുവോണമാണ്. രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി. ഓരോ വർഷം കഴിയുന്തോറും ഓരോ മാറ്റങ്ങൾ വരാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ കുഞ്ഞായിരിക്കുമ്പം നമുക്ക് ഓരോ കാര്യത്തിനുള്ള എക്സൈറ്റ്മെന്റ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് ഏറെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ എക്സൈറ്റ്മെന്റ് ഇല്ലെന്നല്ല കേട്ടോ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ച ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം എന്താണെന്നറിയത്തില്ല, എനിക്ക് സാരിനോടൊരു പ്രത്യേക സ്നേഹം തോന്നിപ്പോയി. ഇങ്ങനെ പുറത്തു വന്നിരുന്ന വെയിലും കൊണ്ട് പായസം ഉണ്ടാക്കാൻ അമ്മൂമ്മയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അമ്മൂമ്മയ്ക്കൊരു വല്ലാത്ത ഡെഡിക്കേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ ആഘോഷങ്ങളും ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നതും പുതിയ ഡ്രസ്സ് ഇടുന്നതും അത്തപ്പൂ ഇടുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ വീടിനടുത്ത് പരിചയമുള്ള ആൾക്കാർക്ക് ഈ ഓണത്തിനുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കൊടുക്കലുണ്ട്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാൻ ഈ പലഹാരങ്ങളെല്ലാം ആയിട്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി. അത് മറ്റൊന്നും കൊണ്ടല്ല, പണ്ട് വെറും 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയാലുണ്ടായിരുന്നു. പിന്നെ കുറെ നാളായിട്ട് പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് പലയിടങ്ങളിലായി പോയി. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴോ കുട്ടി സാരിയൊക്കെ എടുത്ത് വലിയ കുട്ടിയായിരിക്കുന്നു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. വെജ് ആയാലും നോൺ വെജ് ആയാലും ഫുഡാണ് മെയിൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇവൻ സദ്യ കഴിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആദ്യം ചോറെടുക്കുന്നു, പിന്നെ കുറച്ച് കറി മിക്സ് ചെയ്യുന്നു, എന്നിട്ട് കഴിക്കുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു തിരുവോണം. ഇനി നമുക്ക് പിന്നെ കാണാം. ബൈ.